നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെക്കുറിച്ച് വലിയ ചർച്ച ഇടതുമുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം നടക്കുകയാണ്. CPI-യുടെയും CPIM-ന്റെയും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് പരാജയ കാരണമെന്ന് കണ്ടുപിടിക്കാനുള്ള ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം CPI-യുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച ചർച്ച വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തിയില്ല എന്ന് മാത്രമല്ല, എല്ലാവരോടും പുച്ഛത്തോടുള്ള സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ പെരുമാറ്റം വോട്ടർമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും അവർ അതിന് നൽകിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം എന്നുമാണ് CPI-യുടെ വിലയിരുത്തൽ. അതുമാത്രമല്ല, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു തികഞ്ഞ പരാജയമായി മാറിയെന്നും പാർട്ടി ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. പാർട്ടിയിൽ രൂക്ഷ വിമർശനമാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുൻ CPM മന്ത്രിമാർക്കെതിരെയും ഉയർന്നിരുന്നത്. ജനങ്ങളെ വകവെക്കാതെ അല്ലെങ്കിൽ സാധാരണക്കാരെ വകവെക്കാതെ നടത്തിയ പ്രവർത്തനങ്ങൾക്കും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനുമുള്ള മറുപടിയാണ് ബാലറ്റിലൂടെ ജനങ്ങൾ നൽകിയത്. അധികാരത്തിന്റെ സുഖശീതളിമ ആസ്വദിച്ചവർ അല്ലെങ്കിൽ അധികാരത്തിന്റെ സുഖശീതളിമയിൽ മുഴുകിയവർ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കാണാനും അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും തയ്യാറായില്ല എന്ന ആത്മവിമർശനം പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉയരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM-ന്റെ ഏറാൻമൂളിയായി മാറിയെന്നും ബിനോയ് വിശ്വത്തിന് കാര്യക്ഷമമായി പാർട്ടിയെ നയിക്കാൻ കെൽപ്പും ത്രാണിയുമില്ലെന്നും പാർട്ടി സഖാക്കൾ തന്നെ പറയുകയാണ്. CPI-യിൽ മാത്രമല്ല CPM-ലും സമാന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. കാരണം CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് ഏരിയ കമ്മിറ്റികൾ ഒന്നടങ്കം പറയുകയാണ്. ഏരിയ കമ്മിറ്റികൾ ഉണ്ടായ വിമർശനം ഭൂരിഭാഗവും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് രൂക്ഷമായ വിമർശനം ഉയരുന്നത്. കഴിഞ്ഞ ദിവസം CPI-യുടെ മറ്റൊരു വിമർശനം ഏറെ ശ്രദ്ധേയമാണ്. നേരത്തെ മന്ത്രിയായിരുന്ന ക്ഷീരവികസന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന J. ചിഞ്ചുറാണിക്ക് ഒരു പഞ്ചായത്ത് മെമ്പറായിരിക്കാനുള്ള ക്വാളിറ്റി ഇല്ല എന്നാണ് CPI-ക്കാർ പറയുന്നത്. തങ്ങളുടെ മുൻ സ്വന്തമായിരുന്ന മന്ത്രിമാരെയാണ് ഇത്തരത്തിൽ വിമർശിക്കുന്നത്. CPM രൂക്ഷമായ വിമർശനം പിണറായി വിജയനെതിരെ ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്നു. പിണറായി വിജയനെതിരെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു. എന്നിട്ടിപ്പോൾ ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ഒക്കെ പ്രസ്താവനകൾ ഇറക്കുകയാണ്. മാധ്യമ വാർത്തകൾ തെറ്റാണ്, ഞങ്ങൾ അത്തരത്തിൽ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല എന്നൊക്കെ. എന്തായാലും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. മുമ്പത്തെ പോലെയല്ല, ആകാശവാണിയിൽ വാർത്ത കേൾക്കുന്ന അച്ചടിച്ച ദിനപത്രങ്ങൾ രാവിലെ എത്തിയാൽ മാത്രം വാർത്തകൾ അറിയുന്ന കാലഘട്ടമല്ല. ഓരോ സെക്കൻഡിലും വിരൽത്തുമ്പിൽ വാർത്തകൾ എത്തുന്ന കാലഘട്ടമാണ്. ആളുകൾക്ക് കൃത്യമായി വിലയിരുത്തി അതിനെ പഠിച്ച് വോട്ട് ചെയ്യാനുള്ള അവസരമാണെന്ന് ഇനിയെങ്കിലും CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കണം. സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ, സാധാരണക്കാരന്റെ പ്രയാസങ്ങളിൽ ഇടപെടാതെ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ നടപടികളുമായി മുന്നോട്ടു പോയാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയെയും രാഷ്ട്രീയക്കാരനെയും നിലത്തിരുത്താൻ മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞതുപോലെ ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്നവനെയും ജനാധിപത്യ രൂപത്തിൽ താഴേക്കിറക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കെൽപ്പും ത്രാണിയുമുണ്ടെന്ന് ഇനിയെങ്കിലും CPM നേതൃത്വം മനസ്സിലാക്കണം. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്തെന്ന് പറയുന്ന മുഖ്യമന്ത്രിമാരെ അല്ല കേരളത്തിന് വേണ്ടത്. ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ജനങ്ങൾക്കിടയിലേക്ക് വാർത്തകൾ എത്തിക്കുന്ന മാധ്യമങ്ങളെ താലോലിക്കണമെന്നൊന്നും ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകനും പറയുന്നില്ല. എന്നാൽ കേരളം അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം പറയുന്ന ആളായിരിക്കണം കേരളത്തിന്റെ ഭരണം കൈകാര്യം ചെയ്യേണ്ടതെന്ന ഉത്തമമായ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതിന്റെ പരിണിത ഫലമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസിനെയും 42 സീറ്റിൽ നിന്ന് 102 എത്തിച്ചത്. CPIM-നെ ഇടതുമുന്നണിയെ 99 നിന്ന് 35 എത്തിച്ചതും. എന്തായാലും കേരളം വലിയ ഭരണമാറ്റത്തിലൂടെ കടന്നു പോവുകയാണ്. ആ ഭരണമാറ്റത്തിന്റെ നാളുകളിൽ ക്രിയാത്മക പ്രതിപക്ഷമായി ഇടതുമുന്നണി ഈ സംസ്ഥാനത്തുണ്ടാകണം. നല്ലൊരു പ്രതിപക്ഷം ഉണ്ടായാൽ മാത്രമേ നല്ല ഒരു ഭരണപക്ഷം ഉണ്ടാകൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. സർക്കാരിന്റെ മധുവിധു രാവുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ മധുവിധു കാലത്ത്
സമരത്തിന്റെ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കാതെ ഒരു സർക്കാരിന്, ഒരു പുതിയ സർക്കാരിന് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കി നൽകി അതിനുശേഷം വിമർശിക്കേണ്ടവരെ വിമർശിച്ചും തിരുത്തേണ്ടതിനെ തിരുത്തിയും കൂടെ നിൽക്കേണ്ടതിനെ കൂടെ നിന്നും ക്രിയാത്മക പ്രതിപക്ഷമാകാൻ CPIക്കും CPMനും കഴിയണം. അതോടൊപ്പം തങ്ങളുടെ പാർട്ടിയിലുണ്ടായ ജീർണതകളെ തുറന്നു കാണിക്കാനും അതിനെ തിരുത്തി ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി ഒരു തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കാൻ ഇടതു രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയണം. എന്തായാലും സ്വയം വിമർശനത്തിൽ നീറിപ്പുകയുന്ന CPM ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. CPIയും CPMും സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വിധം ഏരിയ കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലും സംസ്ഥാന നേതാക്കന്മാർക്ക് നേരെ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് നേരെ അടക്കം വിരൽ ചൂണ്ടുമ്പോൾ ഇതിന് മറുപടി പറയേണ്ട ബാധ്യത സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്കുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നേതൃമാറ്റം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇടതു രാഷ്ട്രീയ പാർട്ടികൾ കടക്കുമെന്നതാണ് കണ്ടറിയാനുള്ളത്.